ഒരു ഉമ്മാക്കി കാണിച്ചിട്ടും ഇറാൻ പേടിക്കുന്നില്ല. അപ്പോ ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഇറാൻ ഒന്ന് പേടിപ്പിച്ചിട്ട് അമേരിക്കയുടെ വരുതിയിൽ ഒന്ന് കൊണ്ടുവരണമല്ലോ. അതിനിപ്പോ കപ്പലുകൾ ഇറക്കി, പടക്കപ്പലുകൾ ഇറക്കി, F-15ഉം F-35ഉം ഇറക്കി, ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും ഇറക്കി. നോ രക്ഷ. അമേരിക്കക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത 14 ഇനം നിർദ്ദേശങ്ങൾ ട്രംപിന് കൊടുത്തു. ട്രംപ് അത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. അതേപോലെ തന്നെ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ ഇറാനും ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത നിലക്ക് ഇപ്പൊ ഇനി ചെയ്തേക്കുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല്, അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒഹായോ ക്ലാസ് സബ്മറൈൻ, ഇതൊരു ന്യൂക്ലിയർ സബ്മറൈൻ ആണ്. ഇതിനെ പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. അപ്പൊ ഇങ്ങനെ ഒരു സബ്മറൈന്റെ വരവും അതിനെ പരസ്യപ്പെടുത്തതിലൂടെ ഒരു 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 അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എടുക്കുന്ന രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉപയോഗിക്കുന്ന ഒരു സബ്മറൈൻ ആണ് ഇത്. ഇതിനാണ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്, ഇതിന്റെ ലൊക്കേഷൻ ആണ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അറ്റ്ലാന്റിക് ഓഷനും അതേപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലും കൂടെ ഒന്നിക്കുന്ന ജിബ്രാൾട്ടർ കടലിടുക്കിലാണ് ഇതിനെ പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രിട്ടീഷ് ടെറിട്ടറി ഉണ്ട്. ഈ ബ്രിട്ടീഷ് ടെറിട്ടറിയിലാണ് ഈ ഒരു സബ്മറൈന് ഇപ്പൊ പരസ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അവിടുന്ന് നമ്മുടെ സൂയസ് കനാൽ വഴി നേരെ ഹോർമൂസിലോട്ട് എത്താൻ വലിയ പാടൊന്നും ഈ സബ്മറൈനിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി എന്താണ് ഈ ഒഹായോ ക്ലാസ് സബ്മറൈൻ? ഇത് ഒരു ന്യൂക്ലിയർ വേണ്ടിയിട്ട് അമേരിക്ക നിർമ്മിച്ചിട്ടുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്ന ഒരു സബ്മറൈൻ ആണിത്. ഇതിന് വർഷങ്ങളോളം കടലിനടിയിൽ നിൽക്കാനാവും എന്നുള്ളതാണ്. വളരെ ലോങ് കാലത്തേക്ക്, വളരെ ദീർഘകാലത്തോട്ട് കടലിനടിയിൽ നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സബ്മറൈൻ ആണിത്. അതായത് മറ്റ് സബ്മറൈനുകൾ ഡീസലോ അല്ലെങ്കിൽ ഇലക്ട്രിക് പവറോ ഉപയോഗിച്ചിട്ട് ഇതിന്റെ എനർജി കണ്ടെത്തുന്ന സമയത്ത് ഇതിനകത്ത് തന്നെ ചെറിയ തരത്തിലുള്ള ന്യൂക്ലിയർ റിയാക്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ ന്യൂക്ലിയർ റിയാക്ടറുകളാണ് യഥാർത്ഥത്തിൽ ഈ കപ്പലിന്റെ പ്രൊപ്പല്ലറിനെ കറക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ന്യൂക്ലിയർ ഡിറ്ററൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയാനുള്ള കാരണം, ഇനിയിപ്പോ നോർത്ത് കൊറിയ അമേരിക്കക്ക് നേരെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് നടത്തുകയാണെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് അമേരിക്കക്കെതിരെ നടത്തി കഴിഞ്ഞാല് അമേരിക്കക്ക് തിരിച്ചടിക്കാൻ സാധ്യമാകത്തില്ല. അതായത് കരയിൽ നിന്നും തിരിച്ചടിക്കാൻ അമേരിക്കക്ക് സാധ്യമാകില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാല് കടലിൽ നിന്നും ആക്രമിച്ച ശത്രുവിനെതിരെ ന്യൂക്ലിയർ അറ്റാക്ക് നടത്താൻ ക്യാപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള സബ്മറൈൻ ആണ് ഒഹായോ ക്ലാസ് സബ്മറൈൻ എന്ന് പറയുന്നത്. 150ലധികം ക്രൂസിന് നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്രൂകൾ ഉള്ള ഒരു കപ്പലാണ് യഥാർത്ഥത്തിൽ ഈ ഒഹായോ ക്ലാസ് എന്ന് പറയുന്നത്. മാത്രമല്ല ചില രാജ്യങ്ങളുടെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസിനേക്കാൾ കൂടുതൽ വെപ്പൺസ് ഈ പറയുന്ന സബ്മറൈനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഇന്ത്യയുടെ കയ്യിലുള്ള 150 മുതൽ 160 വരെ എന്നുള്ളതാണ് ഇന്റർനാഷണലി ഉള്ള ഒരു കണക്ക്. എന്ത് ഈ പറയുന്ന ന്യൂക്ലിയർ വാർഹെഡിന്റെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ന്യൂക്ലിയർ വാർഹെഡുകൾ ഈ ചെറിയ കപ്പലിനകത്ത് തന്നെ, ഈ പറയുന്ന ഒഹായോ ക്ലാസ് എന്ന് പറയുന്ന സബ്മറൈനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ബാലിസ്റ്റിക് മിസൈൽ യൂസ് ചെയ്യാനും ക്രൂസ് മിസൈലുകൾ യൂസ് ചെയ്യാനും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോണാർ ടെക്നോളജി യൂസ് ചെയ്യാനും ഒക്കെ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു സബ്മറൈന് കൂടിയാണ് ഇത്. മാത്രമല്ല വെള്ളത്തിനടിയിലൂടെ ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ കുറഞ്ഞ തരംഗങ്ങൾ മാത്രം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സബ്മറൈനും കൂടിയാണ് ഈ ഒഹായോ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോ ഈ സബ്മറൈന്റെ ഉപരിതലം എന്ന് പറയുന്നത് റബ്ബർ ആണെന്നാ പറയുന്നത്. അതായത് സോണാർ ഈ പറയുന്ന വേവ്സ് വരുന്ന സമയത്ത് അത് റിഫ്ലക്റ്റ് ആവാത്ത രീതിയിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ട്, അതായത് ഇപ്പോ നമ്മൾ ഈ പറയുന്ന എയർക്രാഫ്റ്റിനകത്ത് സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറയുന്ന പോലെ തന്നെയുള്ള ഒരു സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള സബ്മറൈൻ കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ഓപ്പൺ വാട്ടേഴ്സിൽ ഇത്തരം സബ്മറൈനുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്യന്തം ദുഷ്കരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത്രക്കും എന്താ പറയാ, അത്രക്കും ക്യാപ്പബിൾ ആയിട്ടുള്ള സോണാറുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത്രക്കും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ നോക്കി മാത്രമേ ഇത്തരത്തിലുള്ള
സബ്മറൈൻസിന്റെ ലൊക്കേഷൻ പോലും കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു സബ്മറൈനെയാണ് ഇപ്പോ അമേരിക്ക പരസ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതും ജിബ്രാൾട്ടറിൽ. ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൊറോക്കോന്റെയും സ്പെയിനിന്റെയും ഇടയ്ക്കുള്ള ഈ മെഡിറ്ററേനിയൻ കടലിനെയും അതേപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ ഗ്യാപ്പാണ് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അല്ലെങ്കിൽ ബാബുൽ മന്ദ എന്നൊക്കെ പറയുന്ന പോലത്തെ ചെറിയൊരു ഗ്യാപ്പാണിത്. അപ്പോ ഈ ഗ്യാപ്പിലുള്ള ബ്രിട്ടന്റെ ഒരു ബ്രിട്ടീഷ് ടെറിട്ടറിയിലാണ് യഥാർത്ഥത്തിൽ ഈ കപ്പൽ ഇപ്പൊ ഉണ്ടായേക്കുന്നത്, അല്ലെങ്കിൽ ഈ കപ്പലിനെ ഇപ്പൊ കാണിച്ചേക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് കാണിച്ചിട്ടാണ് ഇപ്പോ അമേരിക്ക യഥാർത്ഥത്തിൽ ഇറാനെ പേടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാന് കുറച്ച് പേടിക്കാനൊക്കെ ഉള്ള എലമെന്റുകൾ സത്യത്തിൽ ഈ കപ്പലിനകത്തുണ്ട് എന്നുള്ളതും കാണാം. പക്ഷേ സിനാരിയോ ടോട്ടൽ ചേഞ്ച് ആവുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിപ്പോ മെഡിറ്ററേനിയൻ കടലിൽ എവിടെയെങ്കിലും വെച്ചിട്ടാണ് ഈ പറയുന്ന സബ്മറൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറാന് പേടിക്കാം. പക്ഷേ ഇറാന്റെ കയ്യിലുള്ള സബ്മറൈനുകൾ ഉപയോഗിച്ച് ഇറാൻ ഹോർമൂസില് വിതറിയിട്ടുള്ള മൈനുകളെ നീക്കം ചെയ്യാൻ ഈ പറയുന്ന ഒഹായോ ക്ലാസ് എന്ന് പറയുന്ന സബ്മറൈൻ ഹോർമൂസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നേരെ തിരിയും എന്നുള്ളതാണ്. അതായത് ഹോർമൂസ് എന്ന് പറയുന്നത് കുറച്ച് ഷാലോ വാട്ടേഴ്സ് കൂടുതലുള്ള ഒരു ഏരിയയാണ്. ഇത്തരം സബ്മറൈനുകൾക്ക് സർവൈവ് ചെയ്യാനും അതേപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റും കിട്ടുന്നത് എപ്പോഴും ഓപ്പൺ വാട്ടേഴ്സിലാണ്. കാരണം ഇതിന്റെ മാസീവ് ആയിട്ടുള്ള സൈസ് തന്നെയാണ് അതിന്റെ കാരണം. ഹോർമൂസില് ഇതിന്റെ മനൂവറബിലിറ്റി എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും. കാരണം ഹോർമൂസ് എന്ന് പറയുന്നത് നിശ്ചിത ഗ്യാപ്പിലൂടെ മാത്രമേ കപ്പലുകൾക്ക് നീങ്ങാനുള്ള ഗ്യാപ്പ് ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോ അവിടേക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സബ്മറൈനെ വളരെ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല ഇറാന്റെ കയ്യിലും സബ്മറൈൻസ് ഉണ്ട്. ഇറാൻ സബ്മറൈനുകൾ ഇല്ലാത്ത ഒരു രാജ്യമല്ല. ഇറാന്റെ കയ്യിൽ സബ്മറൈൻസ് ഉണ്ട്, ഇറാന്റെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട്, ക്രൂസ് മിസൈലുകളുണ്ട്, ഡ്രോണുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇറാന്റെ കയ്യിൽ ഇല്ലാത്തത് ഈ പറയുന്ന ആണവ പോർമുനയാണ് ഇറാന്റെ കയ്യിലില്ലാത്തത്. ഇനിയിപ്പോ ഇറാന്റെ കയ്യിലുള്ള സബ്മറൈനുകൾ ഏതൊക്കെ നോക്കാം. ഇപ്പോ കിലോ ക്ലാസ് സബ്മറൈൻസ് റഷ്യയിൽ നിന്നും ഇറാൻ വാങ്ങിയിട്ടുള്ള സബ്മറൈൻ ആണിത്. വലുതും റിലേറ്റീവ്ലി കാപ്പബിളുമായ സബ്മറൈൻ ആണ്. പേർഷ്യൻ ഗൾഫിലും അതേപോലെ തന്നെ അറേബ്യൻ സീ മേഖലകളിലേക്കാണ് ഇറാൻ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോ എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന ഒഹായോ ക്ലാസിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു സബ്മറൈൻ ആണോ ഇത്? അല്ല. ഇനി രണ്ടാമത്തത് ഫതഹ് ക്ലാസ്. ഇറാൻ ലോക്കലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള സബ്മറൈൻ ആണ്. ഇതിനകത്ത് ഇതൊരു മീഡിയം സൈസ് സബ്മറൈൻ ആണ്. ടോർപിഡോസും മൈൻസും ആന്റി ഷിപ്പ് റോൾസും ഉള്ള ഒരു സബ്മറൈൻ ആണ്. അതായത് ആന്റി ഷിപ്പ് റോൾ നിർവഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സബ്മറൈൻ ആണിത്. അപ്പോ ഇത്തരത്തിലുള്ള ചെറിയ സബ്മറൈൻസ് ഹോർമൂസിലേക്ക് ഈ പറയുന്ന ഒഹായോ ക്ലാസ് സബ്മറൈൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ കയ്യിലുള്ള മെനൂവറബിലിറ്റി കൂടുതലുള്ള കുഞ്ഞൻ സബ്മറൈൻസുകൾ ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന കപ്പലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാരണം. അതായത് ഇപ്പൊ അമേരിക്കയുടെ കയ്യിലുള്ള ഡിസ്ട്രോയേഴ്സിനെ യഥാർത്ഥത്തില് ഇറാൻ നേരിടുന്നത് ഇറാന്റെ കയ്യിലുള്ള ഏതെങ്കിലും ഡിസ്ട്രോയേഴ്സിനെ ഉപയോഗിച്ചിട്ടാണോ? അല്ല. ഇറാന്റെ കയ്യിലുള്ള ചെറിയ കുഞ്ഞൻ ബോട്ടുകളെ ഉപയോഗിച്ചിട്ടാണ് ഇറാൻ ഈ പറയുന്ന രീതിയിലുള്ള ഡിസ്ട്രോയേഴ്സിനെ നേരിടുന്നത്. അതേപോലെ തന്നെ ഈ ഹോർമൂസിലുള്ള കപ്പലുകളുടെ മൂവ്മെന്റിനെ ഇറാൻ നിയന്ത്രിക്കുന്നത് ഈ കുഞ്ഞൻ ബോട്ടുകൾ വെച്ചിട്ടാണ്. സെയിം സ്ട്രാറ്റജി, സെയിം സിനാരിയോ തന്നെ ആയിരിക്കും ഇനിയിപ്പോ ഒഹായോ ക്ലാസ് വന്നു കഴിഞ്ഞാലും ഉണ്ടാവുക. പക്ഷേ ഓപ്പൺ സീയിലോ ഇന്ത്യൻ ഓഷ്യനിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ടോ ഇന്റർനാഷണൽ വാട്ടർ വേയിൽ നിന്നിട്ടോ ആണ് ഇറാനെതിരെ ഈ പറയുന്ന ഒഹായോ ക്ലാസ് സബ്മറൈൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മൊത്തം വാർ ഹെഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സിനാരിയോ കുറച്ച് ഡേഞ്ചർ ആവുകയും കൂടെ ചെയ്യും എന്നുള്ളതാണ്. ഇനി ഖദീർ ക്ലാസ് മിനി സബ്മറൈൻസ്, ചെറിയ സബ്മറൈൻസ് ആണിത്. ഇപ്പൊ ഷാലോ ഗൾഫ് വാട്ടേഴ്സ്, അതായത് ഈ ഒഹായോ ക്ലാസ്സിന് ഈ പറയുന്ന എന്താ പറയാ പേർഷ്യൻ ഗൾഫിലെ ഷാലോ വാട്ടേഴ്സിലോട്ട് വരാൻ പറ്റത്തില്ല. കാരണം ഷാലോ വാട്ടേഴ്സിലേക്ക് വന്നാൽ ഇത് പുറത്ത് വെളിവാകും ഈ സാധനം. അപ്പോ അവിടെ ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ ഇറാൻ മിക്കവാറും ഉപയോഗിക്കുക ഈ പറയുന്ന ഖദീർ ക്ലാസ് സബ്മറൈൻസ് ആണ്. അതായത് ആംബുഷ് ടാക്ടിക്സ് ആണ്. അതായത് ഇപ്പോ ഈ പറയുന്ന ഇവരുടെ മോസ്കിറ്റോ ഫ്ലീറ്റ് നടത്തുന്ന ആംബുഷ് ടാക്ടിക്, അതായത് നേരെ ചെല്ലുക, അടിച്ചിടുക, തിരിച്ചു വരിക, ഈ പണി. അപ്പൊ ഷാലോ വാട്ടേഴ്സിൽ മെനൂവറബിലിറ്റി കൂടുതലുള്ള കുഞ്ഞൻ സബ്മറൈൻസ് ഉപയോഗിച്ചിട്ട് ഇറാന് അറ്റാക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോ
ഇതൊക്കെയാണ് ഇറാൻ ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ ഹോർമോസിലേക്ക് കയറുന്ന സമയത്ത് സിനാരിയോ ടോട്ടലി ചേഞ്ച് ആവുന്നുള്ളതാണ്. ഇത്രയും എളുപ്പത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ പറയുന്ന ഗദീർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് യഥാർത്ഥത്തില് ഈ ഹോർമോസിൽ ഇറാൻ ഈ അണ്ടർ മറ്റേ സീബെഡ് മൈനുകളെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന സീ മൈനുകളെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ വിതറുന്നത്. അപ്പൊ ഇതിനൊക്കെ തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇതിനൊക്കെ ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ സബ്മറൈൻസ് യൂസ് ചെയ്യും. അപ്പൊ അവിടെയൊക്കെ ഈ ഒഹായോ ക്ലാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് മെനൂവറബിലിറ്റി ഇല്ല, മാസീവ് സൈസ് ആണ്, ന്യൂക്ലിയർ വാർ ഹെഡ് ആണ്. ആംബുഷ് ചെയ്താൽ തന്നെ ആ ഒരു ഏരിയ തന്നെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ്. അപ്പോ എന്ത് തുമ്പാക്കി കാണിച്ചിട്ടും പേടിക്കാത്ത ഇറാനെ മറ്റൊരു സാധനം കൊണ്ടുവന്നിട്ട് ഇനി പേടിപ്പിക്കാം എന്നുള്ള നിലപാടിലോട്ടാണ് വരുന്നത്. പക്ഷേ ഈ വാറില് നമ്മൾ മേജറായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് ഇവിടെയും അപ്ലിക്കബിൾ ആണെന്നുള്ളതാണ്. അതായത് ഇപ്പോ പാട്രിയോട്ട്, താഡ്, അതേപോലെ തന്നെ അയൺ ഡോം, ഇതുപോലത്തെ ഒരുപാട് ആന്റി മിസൈൽ സംവിധാനങ്ങളും അമേരിക്കയുടെ കയ്യിൽ ഒരുപാട് പിൻ പോയിന്റ് പ്രിസിഷൻ അറ്റാക്ക് നടത്താൻ പറ്റുന്ന മിസൈലുകളും അമേരിക്കയുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഒരു മിസൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ചെലവ് വരുന്നത്. എന്നാ ഇറാൻ ഉപയോഗിക്കുന്ന മിസൈലുകൾക്കാണെന്നുണ്ടെങ്കിലോ ലക്ഷങ്ങൾ മാത്രമാണ് ചെലവ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇറാന്റെ കയ്യിലുള്ള 2 ലക്ഷം രൂപ വരുന്ന ഒരു ഡ്രോണിനെ തകർക്കാൻ വേണ്ടിയിട്ട് 2 കോടി രൂപ വിലയുള്ള ഒരു മിസൈലിനെ ഉപയോഗിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോ ഹൈലി മെയിൻ്റനൻസ് ആവശ്യമായിട്ടുള്ള, ഡ്രൈ ഡോക്കിംഗ് ആവശ്യമായിട്ടുള്ള, അതേപോലെ തന്നെ ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്ടറുകൾ അകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അതിന്റെ സെക്യൂരിറ്റി ഷീൽഡിങ്ങിന് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള, അത്രയും കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സബ്മറൈനാണ് ഈ പറയുന്ന ഒഹായോ ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷെ ഇറാന്റെ കയ്യിലുള്ള സബ്മറൈൻസ് ഡീസലിൽ പ്രവർത്തിക്കുന്ന ഡീസൽ ജനറേറ്റേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് പവർ ബാറ്ററിയിലോട്ട് കൊടുത്ത് ആ ബാറ്ററി വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ഇറാന്റെ സബ്മറൈൻസ് എന്ന് പറയുന്നത് വളരെ ചീപ്പറാണ്. അപ്പോ ഈ പറയുന്ന ജിബ്രാൾട്ടർ കടലിടുക്കിൽ നിന്നും ഈ പറയുന്ന ഹോർമോസിലോട്ട് ഇത് എത്തണം എന്നുണ്ടെങ്കിൽ പോട്ടെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇത് എത്തണം എന്നുണ്ടെങ്കിൽ തന്നെ കോടിക്കണക്കിന് ഡോളർ ഈ അമേരിക്ക ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം. അല്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിലുള്ള സ്റ്റോപ്പ് പൈലുകൾ തീർന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു സബ്മറീനെയും കൂടെ അമേരിക്ക ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ വാർ എക്സ്പെൻസ് എന്ന് പറയുന്നത് ആകാശം മുട്ടെ പോകുന്നുള്ളതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം അറിയാവുന്ന ഇറാൻ അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഇതിനോടെല്ലാം പ്രതികരിക്കുകയും കൂടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോ ആയുധങ്ങൾ ഞങ്ങളെടുത്ത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളുണ്ട്, ഞങ്ങളെടുത്ത് അതുണ്ട്, ഇതുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ട് ഇതെല്ലാം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവാണെന്നുള്ളതാണ്. ഇതൊന്നും ഇല്ലാത്തവന്മാരാണെങ്കിലോ വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവന്മാരെ നേരെ അടിച്ചുകൊണ്ടിരിക്കുകയും കൂടെ ചെയ്യുകയാണെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്.